സീരിയസ് അക്കൗണ്ടന്റുമാരുടെ ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് AHCRPമാരുടെ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട എൻട്രികളാണ്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് കമൻ്റായി വന്ന ഒരു ചോദ്യമാണ് AHCRPയുടെ ഹോണറേറിയം സംബന്ധിച്ച് വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. AHCRP ഹോണറേറിയം എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ലെഡ്ജർ എടുക്കുക. ലെഡ്ജറിന് പേര് കൊടുക്കുന്നത് AHCRP ഹോണറേറിയം എന്നാണ്. ഇത് അണ്ടർ കറണ്ട് ലയബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോഡുകളുള്ള ലെഡ്ജറുകളാണെങ്കിൽ അതിൻ്റെ കൃത്യമായ കോഡും ഹെഡും നൽകി തന്നെ മുന്നോട്ട് പോകണം. കോഡ് നമ്മുടെ ലിസ്റ്റിൽ തന്നിട്ടുള്ള ലിസ്റ്റിൽ കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഇത് കറണ്ട് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്റർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കാറ്റഗറിയുടെ ആപ്ലിക്കബിലിറ്റി ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ AHCRP ഹോണറേറിയത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്തു പോവുക. ഞാൻ 12,000 ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുകയാണ്. ഇവിടെ കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തു തീർക്കാനുള്ള പണമായതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇത് സേവ് ചെയ്യുക. ഇനി നമുക്ക് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് AHCRP ഹോണറേറിയമാണ്. അലോക്കേറ്റ് നോൺ റവന്യൂ ഐറ്റം എന്നുള്ളിടത്ത് യെസ് കൊടുക്കുക. സേവ് ചെയ്യുക. ഇനി കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് AHCRP ഹോണറേറിയമാണ്. കോസ്റ്റ് സെൻറ്ററിൽ നമുക്ക് CRPമാരായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. രഞ്ജി AHCRP, രണ്ട് CRPമാരെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക. ഡേറ്റ് മാറ്റി കൊടുക്കുക. ഡേറ്റ് 10/4 ചെയ്യുന്നത്. റെസിപ്റ്റ് ഫണ്ട് വരുമ്പോൾ എൻട്രി എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഫണ്ട് വരുമ്പോൾ റെസിപ്റ്റ് നമ്പർ നമുക്ക് ഓവർ റൈഡിങ് ആണ്, മാറ്റി കൊടുക്കാൻ പറ്റും. വരുന്നത് ഓൺ ഫണ്ടിലേക്കാണ് വരുന്നത്. ഓൺ ഫണ്ട് വരുന്ന ഇനം എന്ന് പറയുന്നത് AHCRP ഹോണറേറിയമാണ്. ഒരു 24,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി അവിടെ 12,000 കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഒരു 24,000 രൂപ കൂടെ വരുന്നതായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. അവിടെ കോസ്റ്റ് കാറ്റഗറി വരുന്നത് ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റിലാണ്. ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റിൽ AHCRP ആണ് വരേണ്ടത്. AHCRP ഹോണറേറിയം അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് സെക്കൻഡറി ക്രിയേഷൻ Alt+C പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. AHCRP ഹോണറേറിയം ഇതിലല്ല വരേണ്ടത്. ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റിൽ AHCRP ഹോണറേറിയമാണ്. ഓക്കെ, ജില്ലാ മിഷനിൽ നിന്നും AHCRP ഹോണറേറിയം ഇനത്തിൽ 24,000 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് വരുന്നത്. പേയ്മെൻറ്റ് വൗച്ചർ നമ്പർ ഇടാം. ഡേറ്റ് 10/5 പോകുന്നത് ഓൺ ഫണ്ടിൽ നിന്ന്. AHCRP ഹോണറേറിയം ഇനത്തിൽ നമ്മളിപ്പോൾ 8,000 രൂപ കൊടുക്കുകയാണ്. കൊടുക്കുന്നത് AHCRP ഹോണറേറിയം. രഞ്ജിക്ക് 4,000 രൂപയും മഞ്ജുവിന് 4,000 രൂപയും, അങ്ങനെ 8,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ചെക്ക് നമ്പർ രേഖപ്പെടുത്താം. ഇൻസ്ട്രുമെൻറ്റ് നമ്പർ രേഖപ്പെടുത്തി കൊടുക്കാം.
വീണ്ടും അടുത്ത മാസം വരുമ്പോഴത്തേക്ക് വീണ്ടും 5/6 ഇതുപോലെ തന്നെ ഓൺ ഫണ്ടിൽ നിന്നും AHCRP ഓണറേറിയം 8,000 രൂപ കൊടുക്കുന്നു. അതും ഇതുപോലെ തന്നെ രഞ്ജിക്ക് 4,000 രൂപ, മഞ്ജുവിന് 4,000 രൂപ. ചെക്ക് നമ്പർ രേഖപ്പെടുത്തി കൊടുക്കുക. ഇത്ര മാത്രമാണ് AHCRPയുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ളത്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ നോക്കുന്ന ഡിസ്പ്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, കോസ്റ്റ് സെൻറ്ററിനകത്ത് ലെഡ്ജർ ബ്രേക്കപ്പ്, കോസ്റ്റ് സെൻറ്ററിൽ ലെഡ്ജർ ബ്രേക്കപ്പ് എടുക്കുന്ന സമയത്ത് AHCRP ഓണറേറിയം കാണാൻ കഴിയും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരവും ചിലവും 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇത് 16,000 രൂപ നമ്മൾ 2 മാസമായിട്ട് കൊടുത്തതും ലിസ്റ്റിംഗ് മെഷീനിൽ നിന്ന് 24,000 രൂപ കിട്ടിയതുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ AHCRPയുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ മതി. അതിന് വേണ്ടി ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ, AHCRP ഓണറേറിയം ലെഡ്ജർ എടുത്താൽ നമുക്ക് മുഴുവൻ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ 1-4 മുതലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 12,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. 16,000 രൂപ പിന്നീട് 24,000 രൂപ പിന്നീട് വന്നു. അപ്പോൾ മൊത്തം 36,000 രൂപയിൽ 16,000 രൂപ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ബാക്കി 20,000 രൂപ ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിലുണ്ടാകും. അതവിടെ ഉണ്ടോ നമുക്ക് നോക്കിയേക്കാം. ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ AHCRP ഓണറേറിയം 20,000 രൂപ ഉണ്ട്. ഇതാണ് AHCRP ഓണറേറിയവുമായി ബന്ധപ്പെട്ട എൻട്രികൾ. എല്ലാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.